ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മുടെ കയ്യിൽ യാതൊരു എക്യുപ്മെൻറ്റ്സും മെഷീനറീസും ഒന്നുമില്ലെങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 8 പുഷപ്സിൻ്റെ വേരിയേഷൻസാണ്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, പുഷപ്സ് എന്ന് പറയുന്നത് നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ അപ്പർ ബോഡി ഏറ്റവും നല്ല വർക്കൗട്ടാണ് പുഷപ്സ്. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അപ്പർ ബോഡി ഫിറ്റ്നസ്സൊക്കെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ഈ വർക്കൗട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള ചാനലാണ്. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നമുക്കപ്പം വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 8 പുഷപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ പുഷപ്പ് നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പുഷപ്പാണ് തന്നെയാണ്. അത് നോർമൽ പുഷപ്പ്. നിങ്ങൾ ഈ പുഷപ്സുകളൊക്കെ ചെയ്യുമ്പം നിങ്ങളുടെ പൊസിഷനും എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യണം. താഴോട്ട് പോകുമ്പം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യണം, മേലോട്ട് പോകുമ്പം ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് രണ്ടാമത്തെ വർക്കൗട്ട്, ഹിന്ദു പുഷപ്പ്. ഇത് നിങ്ങളുടെ ഷോൾഡറിനും ട്രൈസെപ്സിനും ചെസ്റ്റിനും ലോവർ ബാക്കിനും അപ്പർ ബാക്കിനും ഒക്കെ നല്ല ഗുണം തരുന്ന വർക്കൗട്ടാണ്. ചെയ്യുമ്പോൾ നമ്മുടെ ലോവർ ബാക്ക് ഒരുപാട് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യരുത്. ലോവർ ബാക്കിന് ഇഞ്ചറി ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പുഷപ്പിലോട്ട് പോവാം. മൂന്നാമത്തെയാണ് ആർച്ചർ പുഷപ്പ്. കൈ നിങ്ങൾ ഷോൾഡർ ലെവലിൽ നിന്നും ഒരല്പം കൂടെ വൈഡാക്കി വെക്കുക. അതിനുശേഷം ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. നിങ്ങളുടെ അപ്പർ ബോഡിക്ക് വളരെ നല്ല ഒരു പുഷപ്പ് മെത്തേഡ് തന്നെയാണിത്, ആർച്ചർ പുഷപ്പ്. അടുത്ത വർക്കൗട്ടിലോട്ട്, അടുത്ത പുഷപ്പിലോട്ട് പോവാം. അടുത്ത പുഷപ്പ് വേരിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പവർ പുഷപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. പതുക്കെ സ്ലോവിൽ കൺട്രോൾ ചെയ്ത് താഴുക. പുഷപ്പിൻ്റെ നല്ലൊരു മൂവ്മെൻറ്റ്സ് ആണിത്. നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക. അടുത്തതായിട്ട് പൈക്ക് പുഷപ്പാണ്. ഇതും നമ്മുടെ ഷോൾഡറിനും നമ്മുടെ ഈ ട്രാപ്സ് മസിലിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങൾ പുഷപ്പുകളെല്ലാം ചെയ്യുമ്പം വളരെ കൺട്രോൾ ചെയ്ത് ബോഡി ബാലൻസ് ചെയ്ത് വളരെ സാവധാനം ചെയ്യുക. നമുക്ക് അടുത്ത പുഷപ്പിലോട്ട് പോവാം. ഇത് സ്ലൈഡർ പുഷപ്പാണ്. നിങ്ങൾ നോർമലി ഒരു പുഷപ്പ് ചെയ്തതിന് ശേഷം താഴോട്ട് വന്ന ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് മുമ്പോട്ട് പിന്നെ പുറകോട്ട് പോയിട്ട് നോർമലായിട്ടുള്ള ഇതിലേക്ക് വരിക. സാവധാനം താഴുക. ഫ്രണ്ട്, ബാക്ക് ആൻഡ് സ്ട്രൈറ്റ്.
അടുത്ത പുഷപ്പാണ് ഇത്. ഡെഡ് സ്റ്റോക്ക് പുഷപ്പാണ്. ഇത് നിങ്ങൾക്ക് തുടക്കക്കാർ കാണുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു പുഷപ്പാണ്. താഴോട്ട് വരിക, റിലാക്സ്, കൈ ഒന്ന് പൊക്കുക, അപ്പ്, താഴോട്ട് വരിക, റിലാക്സ്, കൈ പൊക്കുക, അപ്പ്. അടുത്ത നമ്മുടെ ലാസ്റ്റ് പുഷപ്പാണ് വൈഡർ പുഷപ്പ്. നിങ്ങൾ കൈകൾ ഇത് കണക്ക് വൈഡ് ചെയ്ത് വെക്കുക. കൺട്രോൾ, സ്റ്റഡി ആൻഡ് പതുക്കെ സ്ലോലി താഴോട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, ഔട്ട്, സ്ലോലി ബ്രീത്ത് ഇൻ, പുഷ്, ബ്രീത്ത് ഔട്ട്. അപ്പം ഇതൊരു 8 പുഷപ്പ് വേരിയേഷനാണ്. നിങ്ങൾക്ക് വേറെ ഒരു വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 8 പുഷപ്പ് വേരിയേഷൻ സുഖമായിട്ട് വീട്ടിൽ ചെയ്യാം. വളരെ പ്രയോജനം ചെയ്യും. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.